ടിജി, ദേശീയ രാഷ്ട്രീയം നോക്കുമ്പോൾ പലതും മനസ്സിലാവുന്നില്ല. മമതയുടെ മനസ്സിലെന്താണ്? മമത കോൺഗ്രസിന് ഊടുപാട് ചീത്ത പറയുക, ഒറ്റ സീറ്റും കൊടുക്കില്ല എന്ന് പറയുന്നു. ഈ പാർട്ടിക്ക് 40 സീറ്റ് പോലും കിട്ടില്ല എന്ന് പറയുന്നു. മമത അതേസമയം ഇന്ത്യ മുന്നണിയുടെ ഭാഗവുമാണ്. അല്ല, ഇന്ത്യ മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് മമതയുടെ വായൊന്നും അടച്ചു കെട്ടാൻ ആർക്കും സാധ്യമല്ല. ഒന്നാമത് ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തുടക്കം മുതൽ നേരെ നടന്നിട്ടില്ല ഇന്ന് വരെ. ഒരു യോഗം വിളിച്ചു കഴിഞ്ഞാൽ ഇയാൾ വന്നില്ല, അയാൾ വന്നില്ല, യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക, യോഗത്തിൽ വെച്ച് വഴക്കുണ്ടാക്കുക, ഇങ്ങനെയൊക്കെയായി. ഒടുവിൽ നിതീഷ് കുമാർ ഇറങ്ങിയുള്ള പാട്ടിന് പോയി. ഇനിയിപ്പോൾ മമതയ്ക്ക് എന്താ അതിൽ ഇൻട്രസ്റ്റ്? കോൺഗ്രസ്സിന് എന്തിന് സീറ്റ് കൊടുക്കണം മമതയുടെ ചിലവിൽ ജയിക്കാൻ? അപ്പോൾ അങ്ങനത്തെ ബുദ്ധിശൂന്യതയൊന്നും മമത കാണിക്കില്ല. അതുകൊണ്ടാണ് അവർ കോൺഗ്രസ്സിന് ഞാൻ സീറ്റൊന്നും കൊടുക്കുന്നില്ല. 40 സീറ്റ് പോലും ഈ പാർട്ടിക്ക് കിട്ടില്ല എന്നൊക്കെ ഇലക്ഷന് മുമ്പേ പറഞ്ഞാൽ അത് അവരുടെ ഒരു കാൽക്കുലേഷനാണ്. അവർക്കത് പറയാൻ ഡാമേജ് അല്ലേ? രാഹുൽ ഗാന്ധിക്ക് ക്ഷീണമല്ലേ? ഇപ്പോൾ എത്രയാണ് കോൺഗ്രസ്സിനുള്ളത്? ഇപ്പോൾ കോൺഗ്രസ്സിന് എത്രയുണ്ട്? എനിക്ക് തോന്നുന്നു 54. അത്രയേ ഉള്ളൂ. അതിൽ കുറയും. 40 എന്ന് പറയുമ്പോൾ ഒരു 14 സീറ്റേ അവർ കുറച്ചിട്ടുള്ളൂ. അതിൽ ബംഗാളിൽ നിന്ന് കിട്ടിയ 2 സീറ്റ് പോവുക. ബാക്കി 12 സീറ്റിലാണ് അവർ ആകെ സ്പെക്കുലേഷൻ നടത്തിയിട്ടുള്ളത്. 12 സീറ്റിലാണ്. ഒരു മര്യാദ കാണിക്കണ്ടേ? മമത ഈ മുന്നണിയുടെ ഭാഗമായിട്ട് നിന്നിട്ട് ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യ മുന്നണി ഇല്ലെന്ന് പറയണം. അല്ല, ഇന്ത്യ മുന്നണിയിൽ ഇല്ല എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അത് ഈ ദീദിയെ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. അവരെ പോലെ ഒരു നേതാവ് ഇന്ത്യ മുന്നണിയിൽ വേറെയില്ല. അവരുടെ അത്രയും ഒരു സംസ്ഥാനത്ത് ഗ്രിപ്പുള്ളത്. ആ ഗ്രിപ്പിന് വേണ്ടി അവർ ഒരുപാട് കുഴപ്പങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ള കുഴപ്പങ്ങൾ ചെയ്തിട്ടുണ്ട്. അതെ, അതിലൊന്നാണ് ഈ ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കുന്ന ഏർപ്പാട്. അവരുടെ വോട്ട് ബാങ്കായിട്ട് നേരത്തെ ഇവർ CPM വോട്ട് ബാങ്കായിരുന്നു. ഇവരെ നേരെ മമത ഇവരുടെ കൂടെ കൂട്ടി. ഈ നമ്മുടെ കേരളത്തിൽ ഗൗരിയമ്മ പുറത്ത് പോയപ്പോൾ ഉണ്ടായൊരു സംഭവമില്ലേ? ഗൗരിയമ്മ പുറത്ത് പോയതോ കളഞ്ഞതോ ഒക്കെ ഇരിക്കട്ടെ, ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ വലിയ അടിയൊന്നും നടത്താൻ CPM സാധിച്ചില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ CPM കൊള്ളാവുന്ന തല്ലുകാർ മുഴുവൻ ഗൗരിയമ്മയുടെ കൂടെയായിരുന്നു. അതുകൊണ്ട് അടിപിടി നടന്നില്ല. സൂപ്പർ തല്ലുകാരെല്ലാം ഗൗരിയമ്മയുടെ, പ്രത്യേകിച്ച് ആലപ്പുഴ കുട്ടനാട് ഭാഗത്ത്. അപ്പോൾ തല്ല എങ്ങാനും ചൊറിയാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അടി കൊണ്ട് മെനകടായി പോകും. അതുകൊണ്ട് ഗൗരിയമ്മ ഒന്നും ചെയ്തില്ല. എം വി രാഘവനെ അങ്ങനെയല്ല. എം വി രാഘവനെ വല്ലാതെ ആക്രമിച്ചു. കാരണം അവിടെ ഈക്വൽ സ്ട്രെങ്ത് ആയിപ്പോയി. തല്ലുകാർ ഇപ്പുറത്തുമുണ്ട് അപ്പുറത്തുമുണ്ട്. എം വി രാഘവൻ സ്വയം ഒരു തല്ലുകാരനാണ്. അതെ അതെ അതെ. എം വി രാഘവൻ ഈ എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകുന്നു ട്രാൻസ്പോർട്ട് ബസ്സിൽ. അരൂര് ജംഗ്ഷനിൽ ബസ് നിർത്തി ഭയങ്കര ആൾക്കൂട്ടം. എന്താണെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴാണ് CITU INTUC അടിക്കുന്നു, റോഡിൽ കിടന്ന് അടിക്കുന്നു. രാഘവൻ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് INTUCക്കാരെ തല്ലി. അവസാനം പോലീസൊക്കെ ഒന്ന് പിടിച്ചു മാറ്റി. അന്ന് MLA ആണ് അദ്ദേഹം. MLA ഇങ്ങനെ കാണിക്കരുത്, പിടിച്ചു മാറ്റി. കാര്യം എന്താണെന്ന് ചോദിച്ചു. രാഘവൻ പറഞ്ഞു, എനിക്ക് കാര്യമൊന്നും അറിയണ്ട. CITU INTUC തല്ലാണെങ്കിൽ ഞാൻ CITUവിൻ്റെ കൂടെ നിൽക്കണം, കാരണം എന്തും ആയിക്കോട്ടെ. ഇതാണ് രാഘവൻ ബസ് കയറി പോവുകയും ചെയ്തു. അങ്ങനെ സ്വയം ഒരു തല്ലുകാരനെ രാഘവനാണ്. ഗൗരിയമ്മയുടെ കേസിൽ ഇതിങ്ങനെ സംഭവിച്ചു. ഇതുപോലെ ബംഗാളിൽ മമതാ ബാനർജിയുടെ കൂടെ നല്ല തല്ലുകാരുണ്ടായിരുന്നു നേരത്തെ മുതൽ TMC. അപ്പോൾ ഈ CPM ആകെ കൂടെ ക്ഷീണിച്ച് പരവശയായി കഴിഞ്ഞപ്പോൾ അതിനകത്തെ തല്ലുകാരുണ്ടല്ലോ മമതയുടെ കൂടെ കൂടി. അപ്പോൾ കായബലം എന്ന് പറയുന്നത് ഇപ്പോൾ മമതയുടെ കൂടെയാണ്. നമ്മുടെ മുരളീധരനൊക്കെ പോയിട്ട് പ്രാണനും രക്ഷപ്പെട്ടില്ലേ? BJPയുടെ മുരളീധരൻ കേന്ദ്രമന്ത്രി. ഇവിടെ ആളാകുന്ന പോലെ അവിടെ ആളാകും പോയിട്ട് അവർ കൈവയ്ക്കേണ്ടതാണ്. ഈ തല്ലുകാരെന്ന് പറയുന്നത് ക്രിമിനൽസ് അല്ലേ, ഗുണ്ടകളല്ലേ? ആണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ക്രിമിനൽസിന് വലിയൊരു പങ്കുണ്ട്. അതല്ല ഈ NN വോറ കമ്മിറ്റി റിപ്പോർട്ട്, ഈ റിലേഷൻ ബിറ്റ്വീൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ക്രിമിനൽസ്. ഇപ്പോഴുള്ള ലോക്സഭയിൽ ക്രിമിനൽ കേസ് ഇല്ലാത്ത എത്ര പേരുണ്ട്? അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹ്യൂമൻ റൈറ്റ്സ് ഒരു ഓർഗനൈസേഷൻ പുറത്തു വിട്ടിരുന്നു. 362 പേരുടെ പേര് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ സമരത്തിലൊക്കെ രാഷ്ട്രീയ സമരമല്ല, വഴിതടഞ്ഞതിനോ ഒന്നുമല്ല. ബലാത്കാരം, കൊലപാതകം, ഇരട്ട ബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, തീവെപ്പ്, തട്ടിക്കൊണ്ടുപോകൽ, തടവിൽ വയ്ക്കൽ, ഇതൊക്കെ കുറ്റങ്ങൾ. ഈ കുറ്റങ്ങൾക്കാണ് 363 MP മറ്റോ അവരുടെ പേരിലൊക്കെ ഈ കേസുകൾ. എല്ലാ പാർട്ടിക്കാരും കാണും. എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. എല്ലാ കാരണം
ഇടി ഇതല്ലേ നടക്കുന്നത്. അതെ അതെ. ഞാൻ പണ്ടൊരിക്കലും ഇപ്പോഴൊന്നുമല്ല, ഗോവിന്ദാചാര്യ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അന്ന് ഇത് വന്നിട്ടില്ല, നമ്മളുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം വന്നിട്ടില്ല, പഴയ വോട്ടാണ്. അപ്പോൾ ബൂത്ത് പിടുത്തം ഒരു വലിയ പ്രശ്നമാണില്ല. അപ്പം ഞാൻ ഗോവിന്ദാചാര്യോട് ചോദിച്ചു, BJP ബൂത്ത് പിടിക്കാറുണ്ടോ? പുള്ളി പറഞ്ഞു, സാധാരണഗതിയിൽ പിടിക്കാറില്ല, പക്ഷേ അടിപിടിയാണ് ഒരു സ്ഥലത്ത് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് വയ്ക്കുക. മോഹൻദാസ് ഈ പറയുന്ന ജനാധിപത്യ സംഗതിയൊക്കെ ഉണ്ട്. പക്ഷേ ബീഹാറിലെ ഒരു ഗ്രാമപ്രദേശത്ത് ഒരു ഗുണ്ടയുടെ കീഴിലാണ് ആ ഗ്രാമം ജീവിക്കുന്നത് തന്നെ. അവിടുത്തെ ബൂത്ത് നിയന്ത്രിക്കുന്നത് ആ ഗുണ്ടയാണ്. അയാൾ ആരെയും വോട്ട് ചെയ്യാൻ അനുവദിക്കില്ല, എല്ലാ വോട്ടും അയാളാണ് ചെയ്യുന്നത്. ഈ സ്ഥിതിയിൽ മോഹൻദാസ് എന്ത് ചെയ്യും? അങ്ങനെ വരുമ്പോൾ അവനെ അടിച്ചോടിച്ചിട്ട് BJP ബൂത്ത് ഏറ്റെടുക്കും. ഇത് ചെയ്യാറുണ്ട്. ഈ പുള്ളി പറഞ്ഞു, ജനാധിപത്യത്തിൽ ഞാൻ മാത്രമല്ല നിയമങ്ങൾ തീരുമാനിക്കുന്നത്, എൻ്റെ ശത്രുവും കൂടെയാണ്. അവൻ ഇറക്കുന്ന കാർഡനുസരിച്ച് എനിക്ക് കളിക്കാൻ പറ്റുള്ളൂ. ഞാൻ ഗൗതമ ബുദ്ധനായിട്ടിരിക്കുകയും അവൻ ചെങ്കിസ് ഖാനായിട്ടിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കും. ഭാരതത്തിൻ്റെ ചരിത്രം മോഹൻദാസ് നോക്ക്, എല്ലാവരും നന്മ നിറഞ്ഞവർ, വിശുദ്ധർ. ആരൊക്കെ വന്ന് ആക്രമിച്ചിട്ട് പോയി, എല്ലാവർക്കും കീഴടങ്ങേണ്ടി വന്നു. അതുകൊണ്ട് ഷഠനോട് ശാഠ്യം എന്നുള്ളൊരു തിയറികൾ ഇതൊക്കെ ഇരിക്കുമ്പോൾ പോലും ഞാൻ പറയാം, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഗുണ്ടകളെ ഉപയോഗിക്കുന്നു. പിന്നെ ഇപ്പം അടുത്ത കാലത്തായിട്ട് സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ഗുണ്ടകൾ വിചാരിച്ചു ഞാൻ ഇവന് വേണ്ടി തല്ലാൻ പോകുന്നത് എന്തിനാ, ഈ തീരുമാനം എടുക്കുന്നതും കൂടെ ഞാനായാലോ. അങ്ങനെ ഗുണ്ടകൾ തിരഞ്ഞെടുപ്പിൽ നിൽക്കാൻ തുടങ്ങി, അവർ ജയിക്കാൻ തുടങ്ങി. രാഷ്ട്രീയക്കാരുടെ ഗ്രിപ്പ് കുറഞ്ഞു, പപ്പു യാദവിനെയൊക്കെ പോലെ ഗുണ്ടകളുടെ കയ്യിലേക്ക് നിയന്ത്രണം പോയി. ഈ ശ്വാസം മുട്ടൽ ഏറ്റവും അധികം അനുഭവിക്കുന്നൊരു പാർട്ടി കേരളത്തിൽ CPM ആണ്. അവർ പേരിനാണ് പല MLA നിൽക്കുന്നത്, അയാളുടെ നിയന്ത്രണത്തിന് അതിന് പിന്നിൽ വേറെ പലരുമാണ്. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് രാഷ്ട്രീയത്തിൽ. ഒരു പാർട്ടിയുടെ മാത്രമൊന്നുമില്ല, എല്ലാ പാർട്ടിക്കും പ്രശ്നമാണ്. അതിന് കുറേ പരിഹാരമൊക്കെയാണ് ഈ ഓറ കമ്മിറ്റി നിർദ്ദേശിച്ചത്. പക്ഷേ അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതല്ല. അതിനകത്തും ഇവരുണ്ട്. ഏത് കമ്മിറ്റി എടുത്തു കഴിഞ്ഞാലും ഇവരുടെ ആൾക്കാർ. അതെ അതെ. അതുകൊണ്ടാണ് ഇന്ത്യ പലപ്പോഴും ഇന്ത്യയിലെ ഇഷ്യൂസ് തീരുമാനിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമാണ് എന്ന് പറയാൻ കാര്യം ഇതാണ്. കാരണം ദാവൂദ് ഇബ്രാഹിം അവിടെ നിന്ന് പണം ഒഴുക്കുന്നു, അത് ഇന്ത്യൻ പൊളിറ്റീഷ്യൻസിൻ്റെ കയ്യിൽ പോകുന്നു. പൊളിറ്റീഷ്യൻസ് പെട്ടെന്ന് കാര്യം നടത്തിയെടുക്കാനായിട്ട് ഈ ഗുണ്ടകളെ ഉപയോഗിക്കുന്നു. മെല്ലെ മെല്ലെ രാഷ്ട്രീയം ഗുണ്ടകളുടെ കയ്യിലേക്ക് പോകുന്നു. ഗുണ്ടകളും ദാവൂദ് ഇബ്രാഹിം തമ്മിൽ ഡയറക്റ്റ് കണക്ഷൻ വരുന്നു. ഇവർ കളിയിൽ പുറത്തായി പോകുന്നു. ഇതൊരു വലിയ പ്രശ്നമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇന്ത്യ മുന്നണി ഉണ്ടാവുമോ? പേരിനുണ്ടാവും. കാരണം ഇപ്പോൾ മമത പൊഴിഞ്ഞു പോകും, പക്ഷേ സ്റ്റാലിനും പിണറായി വിജയനും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഭരണത്തിലേക്ക് എത്താമെന്നുള്ള പ്രതീക്ഷയും കൊണ്ട് ഇവർ പോയിട്ട് വല്ല കാര്യം? ഭരണത്തിലെത്താമെന്നുള്ള പ്രതീക്ഷയൊന്നും അവർക്കില്ല. ഒരു ഷോ കാണിക്കുക. അപ്പോൾ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് ഇതിൻ്റെ ഒരു ടെസ്റ്റ് ആയിരിക്കും. ഇപ്പം ഈ 8-ാം തീയതി മറ്റോ പിണറായി വിജയൻ അവിടെ സമരം, ഡൽഹിയിൽ ഒരു സമരമോ സമ്മേളനമോ ഒരു കലാപരിപാടി നടത്താൻ പോകുന്നുണ്ട്. നമുക്കിങ്ങനെ പേരറിഞ്ഞുകൂടാത്തതിന് കലാപരിപാടി നമ്മൾ പറയും. അപ്പോൾ ആ കലാപരിപാടിയിൽ ആരൊക്കെ വരുന്നു നോക്കിയിട്ട്. സ്റ്റാലിൻ വരുമല്ലെന്ന് പറഞ്ഞിട്ടില്ല, രാജീവ് പോയി വിളിച്ചിരുന്നു. സ്റ്റാലിൻ വരാൻ സാധ്യത കുറവാണ്. വരാൻ സാധ്യത എന്ത് കാര്യമെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ, ഈ സ്റ്റാലിൻ നോക്കുമ്പോൾ പിണറായി വിജയന് കാശ് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ പോകേണ്ട കാര്യം എന്താ? പിണറായി വിജയൻ പോകട്ടെ. പക്ഷെ സ്റ്റാലിൻ സമരത്തിന് പോകുന്നില്ലല്ലോ. അപ്പോൾ കേരളത്തിനോട് മാത്രം ഈ BJP സർക്കാരിന് എന്തെങ്കിലും ദേഷ്യം? ഞാനതല്ലേ എൻ്റെ BJP സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ ബാലഗോപാൽ നിർമ്മലാ സീതാരാമൻ അയച്ച ഒരു കത്ത് കാണിച്ചു തരിക, ഒരെണ്ണം. മാരന്തേ ഞങ്ങൾക്ക് ഇത്ര കാശ് കിട്ടാനുണ്ട്, നിങ്ങൾ ഇതുവരെ തന്നിട്ടില്ല, ഇത് ഉടനെ സാങ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അയച്ച ഒരു കത്ത് അയച്ചിട്ടില്ല. അതാരും ചോദിക്കുന്നുമില്ല ബാലഗോപാലിൻ്റെ അടുത്ത്. നിർമ്മലാ സീതാരാമൻ വന്നപ്പോഴോ അവർ പോയിട്ട് ആറ്റിങ്ങൽ പ്രസംഗിച്ചു. ആറ്റിങ്ങലാണ് കേരളത്തിൻ്റെ തലസ്ഥാനം എന്ന് അപ്പോഴാണ് ഞാൻ അറിയുന്നത്. അവർ പോയി പ്രസംഗിച്ചു. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. അപ്പോൾ പിന്നെ ക്യാമറ ഓഫ് ചെയ്തു, അത് ഇത് ഓഫ് ചെയ്തതോ ചെയ്യിച്ചതോ
എന്ത് വാങ്ങിക്കോട്ടെ, ആ ഷോ അവിടെ നടന്നു. അവർക്ക് ഏതായാലും തിരുവനന്തപുരത്ത് വരുന്നു, അവർക്ക് പറയാം, ഏയ് ബാലഗോപാൽ ഞാനിവിടെയുണ്ട്, തൈക്കാട് ഗസ്റ്റ് ഹൗസിലുണ്ട്, എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചാൽ നമുക്ക് സംസാരിക്കാം, തീർക്കാം. അവരും ചെയ്തില്ല. എന്നാൽ അവർ വന്നു എന്ന് പറഞ്ഞിട്ട് ബാലഗോപാൽ മാഡം എനിക്ക് നിങ്ങളെ ഒന്ന് കാണാൻ ചില അത്യാവശ്യ കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞു, അതും ചെയ്തില്ല. ഈ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈ ജനം എന്താ മനസ്സിലാക്കേണ്ടത്? നിർമ്മലാ സീതാരാമൻ പറയുന്നു ഞാൻ 28,340 കോടി കൊടുത്തു, ഇയാൾ പറയുന്നു ഞാൻ 17,260 കോടി കിട്ടിയുള്ളൂ. ഇതൊക്കെ ഈ ഫിഗർ പോലും ജനങ്ങളുടെ മനസ്സിൽ നിൽക്കില്ല. അതെ അതെ. ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പുറത്ത് വരും. ഇപ്പോൾ ഈ പെൻഷൻ കൊടുക്കാത്ത കേസുണ്ടല്ലോ, ഹൈക്കോടതിയിൽ ഇവർ കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലം കൊടുത്തു, ഞങ്ങൾ കൊടുക്കാനുള്ള കാശ് കഴിഞ്ഞ ഒക്ടോബറിൽ തന്നെ കൊടുത്തിരുന്നു. അപ്പോൾ കേരള സർക്കാർ അതിൽ സത്യവാങ്മൂലം ഇട്ടിട്ടില്ല. ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ പെൻഷൻ ഉണ്ടല്ലോ, ഏത് നമ്മുടെ മറിയക്കുട്ടി ചേച്ചിക്കൊക്കെ കൊടുക്കുന്ന 1,600 രൂപ, അതിൽ കേന്ദ്രവിഹിതമുണ്ട്. അതെ അതെ, ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ ഇവർ ഭാവിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിപ്പോൾ 600 ഞങ്ങളാണോ 1,600 ആക്കിയത്? ആരാക്കിയത്? അവരുടെയും കൂടെ കാശ് ചേർത്തിട്ടാണ്. അല്ല, അത് മാത്രമല്ല, സ്കൂളിലെ കുട്ടികളുടെ ഉച്ചഭക്ഷണ പദ്ധതി അത് കേന്ദ്രത്തിൻ്റെയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതെ, ഇത് പറഞ്ഞു തരാനായിട്ട് ഹൈക്കോടതി വേണ്ടി വന്നു. ഇത് ആർക്കെങ്കിലും ചോദിച്ചാൽ അറിയാം. വേറൊന്ന്, കേന്ദ്രത്തിന് സ്വമേധയാ പറയാം, ഇങ്ങനെ കിടന്ന് ചെണ്ടയടിക്കാതെ നമ്മൾ രണ്ടുപേരും കൂടെ നടത്തുന്ന പദ്ധതിയാണിത് എന്ന് പറഞ്ഞ്. അത് പറഞ്ഞത് പിണറായി വിജയന് ഇഷ്ടപ്പെട്ടില്ല. പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രം ബ്രാൻഡിങ്ങിനെ നിർബന്ധിക്കുന്നു എന്ന്. ഈ പേരുമാറ്റം ഉണ്ടല്ലോ, അതാണ് ബ്രാൻഡിങ്. അപ്പോൾ കേന്ദ്രം പറഞ്ഞു ഇതിങ്ങനെ പെരുമാറ്റി കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയല്ല കേട്ടോ. അതിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ബ്രാൻഡിങ്ങിനെ നിർബന്ധിച്ചാൽ എന്താ കുഴപ്പം? അവരുടെയും കൂടെ കാശല്ലേ. അതെ അതെ. നമ്മൾ രണ്ടുപേരും കൂടെ ഒരു കമ്പനി നടത്തിയിട്ട് മോഹൻദാസ് എന്ന് പറഞ്ഞാൽ അതിന് പേരിട്ട സുനിൽ സമ്മതിക്കുമോ? മോഹൻദാസൻ സുനിൽ എന്ന് വേണമെന്ന് പറയും, എം ആൻഡ് എസ് എന്തെങ്കിലും പറയും. അതല്ലാതെ സുനിൽ കാശ് 50% സുനിൽ മുടക്കുന്നു, പേരെനിക്കും പറയും, പള്ളി പറഞ്ഞാൽ മതി. അപ്പോൾ ഈ ഇതൊക്കെയാണ് സംഭവിക്കുന്നത്. ഈ അവസ്ഥയിൽ മമതയുടെ കോട്ട സംരക്ഷിക്കാൻ തീരുമാനിച്ചാൽ അതിൽ കുറ്റം പറയാൻ പറ്റും. അല്ലെ, ഈ വർഷവും എന്തിനായിരിക്കും രാഹുൽ ഗാന്ധി വയനാട്ടിൽ വരുന്നത്? വേറെ എങ്ങും ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട്. പക്ഷെ അങ്ങനക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ, രാഹുൽ ഗാന്ധിക്ക് സേഫായിട്ടുള്ള സീറ്റ് കർണാടകത്തിൽ ഉണ്ട്, ആന്ധ്രയിലുണ്ട്, ഒരുപക്ഷെ തെലുങ്കാനയിലുണ്ട്, തമിഴ്നാട്ടിൽ ഉറപ്പ് പറയാൻ പറ്റില്ല, പിന്നെ കേരളത്തിലുണ്ട്. ഇത്ര സ്ഥലങ്ങളുണ്ട് അയാൾക്ക്. അയാളുടെ അമ്മ ഇവിടെ ചിക്കമംഗളൂരിൽ നിന്നല്ലേ ജയിച്ചത്, റായ്ബറയിൽ തോറ്റു കഴിഞ്ഞാൽ. തമിഴ്നാട്ടിൽ DMK ആയിട്ടുള്ള ബന്ധം ഉള്ളതുകൊണ്ട് സേഫ് സീറ്റ് കിട്ടുമല്ലോ. DMK ജയിപ്പിച്ചു കൊടുക്കും, ഇവിടെ പിണറായി വിജയൻ ജയിപ്പിക്കുന്നു. എന്നിട്ടും എന്തിനാണ് വയനാട്ടിൽ വരുന്നത്? വയനാട്ടിലെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളുടെ സേഫ്റ്റി, മുസ്ലിം ലീഗിൻ്റെ ഗ്യാരണ്ടിയാണ്. കോൺഗ്രസിനേക്കാൾ എന്താ വിശ്വാസമുള്ള അതാണ് ഞാൻ ചോദിച്ചത്. മുസ്ലിം ലീഗ്. രാഹുലിന് കോൺഗ്രസിനേക്കാളും വിശ്വാസം ലീഗിനെയാണ്. ആണ്, എനിക്കങ്ങനെയാണ്. സാധാരണ മനുഷ്യൻ അങ്ങനെ ആയിരിക്കും. കാരണം ലീഗ് അങ്ങനെ വാക്ക് വ്യത്യാസം കാണിക്കുന്ന പാർട്ടിയല്ല എന്ന്. ക്രെഡിബിലിറ്റി ഉണ്ട്. ക്രെഡിബിലിറ്റി, ഈ വാക്ക് പറഞ്ഞാൽ ആ വാക്കിൽ. കേരളത്തിലെ ഏറ്റവും ക്രെഡിബിൾ പൊളിറ്റിക്കൽ പാർട്ടി മുസ്ലിം ലീഗാണ്. എൻ്റെ നോട്ടത്തിൽ അവരാണ്. പൊളിറ്റിക്കൽ ഈ വാക്ക് വ്യത്യാസം കാണിക്കാത്ത, അഥവാ ഏറ്റവും കുറവ് മാത്രം വാക്ക് വ്യത്യാസം കാണിക്കുന്ന പാർട്ടി അവരാണ്. ഏതായാലും ഇന്ത്യ മുന്നണിക്ക് ഭരണം കിട്ടുമോ ഇല്ലയോ എന്ന് ഏതാണ്ടൊക്കെ തീരുമാനമായി കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്കെങ്കിലും പാർലമെൻറ്റ് കാണാൻ ലീഗിൻ്റെ കടാക്ഷം ഉണ്ടാവുകയും ചെയ്യും. നല്ല കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.